ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ ആം യുവർ നിമിഷ ഡേവിസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ആവറേജ് വേർഡ് വെക്കുന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. പ്രാക്ടിക്കൽ അല്ല, ജസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു തിയറിയും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അതുകൂടി കഴിഞ്ഞ് നമുക്ക് പ്രാക്ടിക്കലോട്ട് കയറാം കേട്ടോ. ഇന്ന് തന്നെ ഞാൻ പ്രാക്ടിക്കൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് എൻഗ്രാംസ്. എന്താണ് എൻഗ്രാംസ്? ഓക്കെ, എൻഗ്രാംസിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ സെൻറ്റൻസ് ആണ്, ദി മൂവി ഈസ് ഗുഡ്. സെക്കൻഡ് സെൻറ്റൻസ് ആണ്, ദി മൂവി ഈസ് നോട്ട് ഗുഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ദായും ഈസൊക്കെ ഞാൻ സ്റ്റോപ്പ് വേർഡ്സ് വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മുടെ വൊക്കാബുലറിയിൽ വരുന്ന ഏതൊക്കെ വേർഡ്സ് വരുന്നുണ്ടാവുക? മൂവി, ഗുഡ്, നോട്ട്. ഇത്ര വേർഡ്സ്, ഈ ഒരു 3 വേർഡാണ് നമ്മുടെ വൊക്കാബുലറിയിൽ നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ സെന്റൻസിൽ മൂവി ഉണ്ടോ? ഉണ്ട്, 1 എന്ന് കൊടുത്തു. ഗുഡ് ഉണ്ടോ? ഉണ്ട്, അഗെയിൻ 1 എന്ന് കൊടുത്തു. നോട്ട് ഉണ്ടോ? ഇല്ല, 0 കൊടുത്തു. സിമിലർലി ഞാൻ എന്ത് ചെയ്തു, S2നെ റെപ്രസെന്റ് ചെയ്തു. മൂവി ഉണ്ടോ? യെസ്. ഗുഡ് ഉണ്ടോ? യെസ്. നോട്ട് ഉണ്ടോ? അതും യെസ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്തു. പക്ഷേ ഈ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വാല്യൂ എടുക്കുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ S1ൻ്റെത് ഇവിടെയും അതേപോലെ S2ൻ്റെത് ഇവിടെയായിരിക്കും ഉണ്ടാവുക. കാരണം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, തൊട്ടടുത്താണ്. ചിലപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് പോലും ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിനെ ഞാൻ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പാണ്, ചെറിയൊരു ആംഗിളാണ് എനിക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. ആകെ കൂടി ചെറിയൊരു ആംഗിൾ മാത്രമേ അവ തമ്മിലൊരു ഡിസ്റ്റൻസ് ആയിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പോൾ എന്താണ്, ചിലപ്പോൾ അത് പറയും ബോത്ത് വേർഡ്സ് ആർ സിമിലർ. 2 വേർഡും 2 സെന്റൻസ് സിമിലർ ആണ് ചിലപ്പോൾ റിസൾട്ട് വന്നു വരും. ആണോ? അല്ല, ബോത്ത് വേർഡ്സ് ആർ എൻറ്റയർലി ഓപ്പോസിറ്റ്, അല്ലേ? ഒരെണ്ണം ഗുഡ് ആണെങ്കിൽ അടുത്ത് നോട്ട് ഗുഡ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് ബൈഗ്രാം. ഓക്കെ, ബൈഗ്രാം എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അതിനെങ്ങനെയാണ് വരാമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വേർഡിൻ്റെ കോമ്പിനേഷൻ എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, വേർഡിൻ്റെ കോമ്പിനേഷൻ എടുക്കും എന്ന് വെച്ചാൽ, അതൊന്ന് ഞാൻ വലുതാക്കട്ടെ കേട്ടോ. മൂവി, ഗുഡ്, നോട്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എന്തെടുക്കും, മൂവി, ഗുഡ് ഇങ്ങനെ എടുക്കും. പിന്നെ അടുത്ത വേർഡായിട്ട് എന്ത് ചെയ്യും, മൂവി, നോട്ട്. ഓക്കെ, പിന്നെ അടുത്ത വൊക്കാബുലറി ആയിട്ട് എന്ത് ചെയ്യും, നോട്ട്, ഗുഡ്. ഇങ്ങനെ കോമ്പിനേഷൻ ഞാൻ എടുക്കും വേർഡ്സിന്റെ. അപ്പൊ ഇതിലെന്താ വരുന്നുണ്ടായിരിക്കാം, ഫസ്റ്റത്തെ സെന്റൻസിൽ മൂവി ഗുഡ് ഉണ്ടോ? ഇത് മൂവി ഗുഡ് എന്ന് വെച്ചാൽ ഈ ദായും പോയിട്ടുണ്ട്, ഈസും പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ സെന്റൻസിൽ നിന്ന് സ്റ്റോപ്പ് വേർഡ്സ് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വൊക്കാബുലറി ആ സെന്റൻസിലുള്ളത്. അപ്പൊ മൂവി ഗുഡ് ഉണ്ടോ? ഉണ്ട്. മൂവി നോട്ട് ഉണ്ടോ അതിൽ? ഇല്ല. നോട്ട് ഗുഡ് ഉണ്ടോ? അതുമില്ല. ഓക്കെ, ഇനി ഇതിൽ മൂവി ഗുഡ് അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ? ഇല്ല. മൂവി നോട്ട് ഗുഡ് ആണുള്ളത്, അപ്പൊ ഇത് 0 കൊടുത്തു. മൂവി നോട്ട് ഉണ്ടോ? യെസ്. നോട്ട് ഗുഡ് ഉണ്ടോ? അതും യെസ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി നമുക്ക് എന്താണ്, കുറച്ചും കൂടി ഇംപ്രൂവൈസ് ചെയ്ത് നോക്കുന്ന വെക്ടർ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഒരെണ്ണം ഇവിടെയാണെങ്കിൽ അടുത്തത് ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും അത് ഇവിടെയായിരിക്കും. കുറച്ച് ഗ്യാപ്പ് വന്നു, ഇല്ലേ? ബൈഗ്രാം യൂസ് ചെയ്തപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻറ്റയർ വെക്ടറിൻ്റെ അല്ലെങ്കിൽ എൻറ്റയർ സെൻറ്റൻസിൻ്റെ സിമാൻറ്റിക് മീനിങ് തന്നെ ഇംപ്രൂവൈസ് ചെയ്തു ബൈഗ്രാം നമ്മൾ യൂസ് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻഗ്രാം എന്ന കൺസെപ്റ്റ് വരുമ്പോൾ അതിൽ ബൈഗ്രാം മാത്രമല്ല വരുന്നുണ്ടായിരിക്കുക. എൻഗ്രാമിൽ നമുക്ക് ഫസ്റ്റ് 1 ബൈഗ്രാം.
അല്ലെങ്കിൽ കണ്ടോ ബൈഗ്രാമിന് മുന്നേ പറഞ്ഞുള്ളതാണ് യൂണിഗ്രാം എന്ന് വെച്ചാൽ ഒരൊറ്റ സിംഗിൾ വേർഡായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് 1,1 ആകെ ഒരൊറ്റ വേർഡായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, സിംഗിൾ വെക്ടർ ആണ് ഈ ഫസ്റ്റത്തെ മൂവി നോട്ട് ഗുഡ് അത്ര ഉള്ളത്. ഇനി അടുത്തത് വന്നതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ബൈഗ്രാം. ഓക്കെ, ബൈഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് 1,2 അതിലാണ് എന്ത് രണ്ട് വേർഡായിട്ട് മൂവി ഗുഡ് മൂവി നോട്ട് ഗുഡ്. ഓക്കെ, അപ്പൊ ഇതേ സ്ഥാനത്ത് ഞാനിപ്പോ പുതിയൊരു വേർഡും കൂടി ആഡ് ചെയ്യാന്ന് വിചാരിക്കും. മൂവി ഗുഡിന് പകരം ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മൂവി നോട്ട് ഗുഡ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇതാണ് എടുക്കണേ നോക്കി. അപ്പൊ S1 വരുമ്പോൾ എന്തായിരിക്കും 0 ആയിരിക്കും, S2 വരുമ്പോൾ എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ 3 വേർഡ് വന്നു. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം, ട്രൈഗ്രാം എന്ന് പറയാം. ട്രൈഗ്രാം. അപ്പൊ എന്താ പറയാ 1,3 എന്നുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ യൂണിഗ്രാം, ബൈഗ്രാം, ട്രൈഗ്രാം ഇത് മൂന്നും കൂടിയിട്ട് അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ 2,3 ആണ് കൊടുക്കണെങ്കിലോ അതിൽ ബൈഗ്രാമും ട്രൈഗ്രാമും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എൻഗ്രാമ് കുറച്ചും കൂടി നല്ലതാണ്. എന്താണ്, നമുക്ക് കുറച്ചും കൂടി കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് അതിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഫൈൻ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളൊക്കെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. നമ്മൾ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിച്ചത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലായിരുന്നു. ഇത് ഞാൻ പറയുന്നത് ആദ്യം തിയറി പറഞ്ഞതിന് ശേഷം പ്രാക്ടിക്കലോട്ട് കയറാനാണ്. Okay, fine. So that's all for this video. Thank you. Have a nice day. Bye.